അപ്പോൾ എനിക്ക് ആമസോൺ നല്ലൊരു പണി കിട്ടി. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യും? നിങ്ങൾക്ക് ഒരു പണി കിട്ടും. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു പ്രൊഡക്റ്റ്, അതായത് ഒരു ജാക്ക് ഫ്രൂട്ട് പുട്ടുപൊടി ഉണ്ട്. അതായത് പുട്ടുപൊടിയും അതുപോലെ തന്നെ ഈ ജാക്ക് ഫ്രൂട്ടിന്റെ പൊടിയും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു സാധനമായിരുന്നു. അപ്പോൾ ഇത് അത്യാവശ്യം ഞങ്ങൾക്ക് നന്നായിട്ട് സെയിൽ ആവുന്ന ഒരു സാധനമാണ്. അത്യാവശ്യം റിവ്യൂ റേറ്റിംഗ് ഉള്ള സാധനമാണ്. അപ്പോൾ കഴിഞ്ഞിടയ്ക്ക് ഇത് നമുക്കൊരു ഓർഡർ, അതായത് ഒരു കസ്റ്റമർ കംപ്ലൈന്റ് കിട്ടിയത് ഈ ഒരു ഒരു യു പി എന്നുള്ളൊരു കസ്റ്റമർ ആയിരുന്നു. പ്രോഡക്റ്റ് ഓതന്റിസിറ്റി കംപ്ലൈന്റ് എന്ന് പറഞ്ഞിട്ടൊരു കംപ്ലൈന്റ് ആയിരുന്നു. അതായത് കസ്റ്റമർ കംപ്ലൈന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പുട്ടുപൊടി വാങ്ങിച്ചിട്ട് അത് റവ പൗഡർ ആണെന്ന് പറഞ്ഞിട്ടാണ് കംപ്ലൈന്റ് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ആമസോണിന് അറിയില്ല, ആമസോണിന് ഇങ്ങനത്തെ പോളിസികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ഈ ഫേക്ക് ആയിട്ടുള്ള പ്രൊഡക്ട്സ് കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പോൾ കസ്റ്റമർ ഈ രീതിയിൽ കംപ്ലൈന്റ് ചെയ്ത്, ഇത് എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധനം പക്കയാന്ന് എനിക്ക് 100% ഉറപ്പാണ്. ഇത് ഉണ്ടാക്കിയ ആൾക്ക് 100% ഉറപ്പാണ്. ഇത് നമുക്കറിയാലോ, പുട്ടുപൊടി ഏതാ റവ പൊടി ഏതാ നമുക്ക് അത്യാവശ്യം ബോധമുള്ള ആൾക്കാരല്ലേ. അപ്പൊ ഇത് ഫുഡ് ഐറ്റംസിന് റിട്ടേൺ ഇല്ലാത്തതുകൊണ്ട് ഈ കസ്റ്റമർ എന്ത് ചെയ്യും? ഇങ്ങനത്തെ ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ടായിരിക്കും റിട്ടേൺ അടിക്കുക. ആമസോണിന്റെ ഒരു കുഴപ്പം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സെല്ലർക്ക് പ്രത്യേകിച്ച് ഒരു ഇതൊന്നും ആമസോൺ തരുന്നില്ല. ഇപ്പൊ ഒരു കസ്റ്റമർ എന്ത് പറഞ്ഞാൽ അത് വെള്ളം തൊടാതെ വിഴുങ്ങുക എന്നുള്ളതാണ് ആമസോണിന്റെ ഒരു രീതി. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? അപ്പൊ ഇപ്പൊ അതിന്റെ ഒരു ഓതന്റിസിറ്റി തെളിയിക്കാൻ വേണ്ടിയിട്ട് ആമസോൺ നമ്മുടെ അടുത്ത് ഇതിന്റെ GST ബില്ല് ചോദിച്ചു. അപ്പൊ നമ്മൾ GST ബില്ല് സബ്മിറ്റ് ചെയ്തു. പക്ഷെ അപ്പൊ അതും GST ബില്ല് നമ്മൾ സബ്മിറ്റ് ചെയ്തപ്പോൾ അതും ഓതന്റിക് അല്ല എന്ന് പറഞ്ഞിട്ട് നമുക്ക് റിപ്ലൈ വന്ന്. പിന്നെ ഞാൻ എന്ത് ചെയ്തു? ഈ ഒരു GST ബില്ലും അതുപോലെ തന്നെ നമ്മൾ ഓൺലൈനായിട്ടാണ് പേയ്മെന്റ് ചെയ്തത്. അപ്പൊ ആ പേയ്മെന്റ് സ്ക്രീൻഷോട്ട് അടക്കം ചെയ്തു. അപ്പോൾ പേയ്മെന്റ് സ്ക്രീൻഷോട്ട് അടക്കം ചെയ്തപ്പോഴും ഇതും സെയിം അതിന്റെ റിപ്ലൈ എനിക്ക് കിട്ടി. ഈ ഒരു GST ബില്ലും ഈ പേയ്മെന്റും ഒതന്റിക് അല്ല. പക്ഷെ ഇത് നമ്മൾ ചെയ്യുന്നത് കറക്റ്റ്. ഈ പറഞ്ഞ ഈ ഈ സപ്ലയറെ GST ബില്ല് അതിന്റെ അതേ സെയിം അവരെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഓൺലൈൻ ട്രാൻസ്ഫർ ആണ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ സ്ക്രീൻഷോട്ട് വെച്ചു. പിന്നെ അപ്പൊ അതും നമ്മൾ റിജക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് മൂന്നാമത്തെ ഒരു ഓപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ GST പർച്ചേസ് എൻട്രി എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. നമുക്ക് GST മേടിക്കും പർച്ചേസ് എൻട്രി കിട്ടും. അപ്പൊ അതും വെച്ചിട്ട് ഞാനിപ്പോ അത് ഒന്നും കൂടി സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. എന്താ അതിന്റെ റിസൾട്ട് എന്ന് അറിയില്ല. അപ്പൊ ഇത് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾ പ്രൊഡക്ട്സ് നിങ്ങളതല്ല അല്ലെങ്കിൽ ഏതും ആയിക്കോട്ടെ, നമ്മൾ ആമസോണിൽ സെയിൽ ചെയ്യാൻ വേണ്ടി എടുക്കുമ്പോൾ എപ്പോഴും നല്ല രീതിയിൽ GST ബില്ല് ആയിട്ട് എടുക്കുക. അതുപോലെ തന്നെ പേയ്മെന്റ് ചെയ്യുമ്പോൾ ക്യാഷ് കൊടുക്കാതെ കഴിയുന്നതും ഓൺലൈൻ പേയ്മെന്റ് തന്നെ ചെയ്തിട്ട് അതിന്റെ റെക്കോർഡ്സ് കാര്യങ്ങൾ നമ്മൾ കീപ്പ് ചെയ്യുക. എപ്പോഴാണ് ഇങ്ങനത്തെ ഒരു കംപ്ലൈന്റ് വരാന്ന് പറഞ്ഞിട്ട് വരാന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആമസോണിനെ സംബന്ധിച്ച് നമ്മൾ എത്ര നല്ല പ്രൊഡക്റ്റ് ആണ്, എത്ര റിവ്യൂ ഉണ്ട്, റേറ്റിംഗ് ഉള്ളൊരു വിഷയമല്ല. ഏതെങ്കിലും കസ്റ്റമർ ഇതേപോലത്തെ ഒരു ഫേക്ക് ആണെന്ന് പറഞ്ഞ് കംപ്ലൈന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനത്തെ പ്രൂഫ് കാര്യങ്ങളൊക്കെ കൊടുക്കുക. നമ്മളെ ഇതെന്ന് വെച്ചാൽ ഇവര് ഈ പോളിസി വയലേഷൻ ഇവർ നമ്മള് പറയുന്നത്, അതായത് ഇങ്ങനെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അപ്പൊ തന്നെ നമ്മളെ ലിസ്റ്റിംഗ് ഇവർ ഡീആക്ടിവേറ്റ് ആയിട്ട് കളിക്കും. അത് കസ്റ്റമർക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഈ ഒരു ലിസ്റ്റിംഗ് ഡീആക്ടിവേറ്റ് ആകും. പിന്നെ ആക്ടിവേറ്റ് ആക്കണം നമ്മൾ ഇവർ പറയുന്ന കാര്യങ്ങളൊക്കെ സബ്മിറ്റ് ചെയ്യണം. അത് ഈ പറഞ്ഞാൽ വളരെ പക്കായിരിക്കണം. നമ്മൾ എന്തെങ്കിലും കാട്ടിക്കൂട്ടി സബ്മിറ്റ് ചെയ്താൽ ഇവർ എന്ത് ചെയ്യുക? ഇത് ആക്ടിവേറ്റ് ചെയ്ത് തരൂല. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക, നമ്മൾ പ്രൊഡക്ട്സ് ഇപ്പോൾ പലരും തന്നെ ഈ GST ബില്ലൊന്നും ഇല്ലാണ്ട് എവിടെന്നെങ്കിലൊക്കെ ബൾക്കായിട്ടൊക്കെ എടുത്ത് സെയിൽ ചെയ്യുന്നവരൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ ഒരു നിങ്ങൾ പർച്ചേസ് ചെയ്ത് ബ്രാൻഡ് ചെയ്ത് വേറൊരു ബ്രാൻഡിന്റെ പ്രൊഡക്റ്റ് എന്തും ആയിക്കോട്ടെ വിൽക്കുമ്പോൾ അതിന് ഡോക്യുമെന്റ്സും കാര്യങ്ങളൊക്കെ നമ്മളിൽ പക്കയായിരിക്കണം.